അപ്പോൾ അങ്ങനെ ഹോളി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇനി ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഹോളി മില്ലനായിട്ട്. അപ്പോൾ ടീച്ചറെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവരായാലും ഫസ്റ്റ് ടൈമാണല്ലോ UP-യിൽ ഹോളിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്കും ഇവിടുത്തെ ഹോളി മില്ലൻ എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ടീച്ചറാണെങ്കിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലേക്ക് പോകണം ഇവരെയും കൊണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ഈവനിങ് ടൈമിലാട്ടോ. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ഇത്തിരി സ്വീറ്റ്സ് വാങ്ങിക്കണം. അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ 2 ടീച്ചർമാരുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്തേക്കും കൊടുക്കാനായിട്ട് ഇത്തിരി സ്വീറ്റ്സ് നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഇതവിടെ കണ്ടോ, റോഡിലൊക്കെ നമുക്ക് ഇങ്ങനെ പശുക്കളെയൊക്കെ കാണാം കേട്ടോ. പശുക്കളൊക്കെ ഇങ്ങനെ റോഡിൽ നടു റോട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ വലസി നടക്കുന്നത് നമുക്ക് കാണാം. UP-യിലൊക്കെ അങ്ങനെയാട്ടോ. പലപ്പോഴും സൈഡിലും റോഡിന്റെ സൈഡുകളിൽ കാണാം. ചിലപ്പോൾ നടു റോട്ടിൽ തന്നെയൊക്കെ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇങ്ങനെ പശുവൊക്കെ നടുറോട്ടിൽ കിടന്നാലും ആരും ഒന്നും ചെയ്യില്ല. കാരണം അവരുടെ ഗോമാതയാണല്ലോ പശു. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഹോളിയുടെ വീഡിയോ ഒക്കെ കുറേ ലേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. ഞങ്ങളുടെ മെയിൻ ജംഗ്ഷനിൽ ഹോളി ദഹൻ ചെയ്ത സ്ഥലമാണ് കേട്ടോ നിങ്ങളിപ്പോൾ തന്നെ കണ്ടത്, റോഡ് സൈഡിൽ ഇങ്ങനെ റൗണ്ടിൽ. അപ്പോൾ അതേ നമ്മൾ സ്വീറ്റ് വാങ്ങിക്കുന്ന കടയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്ന് വേഗത്തിൽ പോയിട്ട് ഇത്തിരി സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് ഓടി വരാം. അങ്ങനെ സ്വീറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ, ഒരു കുറച്ച് വഴിയും കൂടെ പോയാൽ മതി നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ടീച്ചറുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിലെ വീട്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ചേട്ടൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഞങ്ങളങ്ങനെ സംഗീത ടീച്ചറുടെ വീട്ടിലേക്ക് എത്തി. ടീച്ചറും ഞാനും ഒരേ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. പുത്രി ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്നിരുന്നത് ടീച്ചറതയെ എല്ലാവർക്കും ടീക്ക തൊട്ട് തരാണ് കേട്ടോ. ഹോളിഡേ അന്ന് ചെല്ലുമ്പോൾ ഇവരുടെ ഒരു കസ്റ്റാണ്, ചെല്ലുന്ന ഗസ്റ്റിന് ടീക്ക തൊട്ട് കൊടുക്കാന്നുള്ളത്. അപ്പം അങ്ങനെ ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീക്കൊക്കെ തൊട്ട് തന്നു. അത് കഴിയുമ്പോൾ ഞാനും ടീച്ചർക്കും ടീച്ചറുടെ പപ്പയ്ക്കൊക്കെ ഞാനും ടീക്ക തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടൊക്കെ ടീക്കൊക്കെ തൊട്ടു. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഗുജിയ ഹോം മെയ്ഡ് ഗുജിയ. കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ടീച്ചർ. ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഹോം മെയ്ഡാണ്. അപ്പോൾ അത് ഇവിടെ ടീച്ചറിൻ്റെ പപ്പയുണ്ട്, പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഇതാ ടീച്ചർ ഞങ്ങൾ വന്നപ്പോൾ എടുത്ത് തരുന്നുണ്ട്. ഞാൻ ദേ ഗുജി എടുക്കുന്നത്. താങ്ക് യു. കോൺസാ ഈ പോഹ വാല. ഇത് പറഞ്ഞ ദഹി ബട. അപ്പോൾ ഞങ്ങളങ്ങനെ ടീച്ചർ ഉണ്ടാക്കിയ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ കഴിച്ചു, സ്നാക്സ് കാര്യങ്ങളെല്ലാം. പിന്നെ ദഹിവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, അതൊക്കെ ടേസ്റ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും ടീച്ചറിൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ റിലേറ്റീവും ഞങ്ങൾക്ക് എല്ലാവർക്കും ടീക്ക് തൊട്ട് വരുന്നുണ്ട്. ഞങ്ങളും റിലേറ്റീവിന് ടീക്കൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. ഒരാൾ ഇവിടെ വന്നപ്പോൾ ടീച്ചർ തൊട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ റിലേറ്റീവ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അതേ റിലേറ്റീവിൻ്റെ വകയും കിട്ടിയേക്കുന്ന അങ്ങനെ 2 കളറുകളായേക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ വേറൊരു ടീച്ചറിന്റെ വീട്ടിലേക്ക് പോവാണ്. ടീച്ചറിനെയും കൂട്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളപ്പോൾ അതേ സംഗീത ടീച്ചറെയും കൂട്ടി വേറൊരു ടീച്ചറെയും കൂടെ കാണാൻ വേണ്ടി പോകാണ്. ഇപ്പോൾ ടീച്ചർ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സണ്ണിയും മിടും ലേട്ടനൊക്കെ മറ്റേ വണ്ടിയിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ ഞാനും അഞ്ചും കൂടെ ഇപ്പോൾ ടീച്ചറുടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ ടീച്ചറുടെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ടീച്ചറുടെ പേര് സുഷ്മിത എന്നാണ്. പിന്നെ ടീച്ചറുടെ ഹസ്ബൻഡിൻ്റെ പേര് സാനു.
അപ്പോൾ ഞങ്ങൾ ആ സാറിന്റെ ടീച്ചറിന്റെ വീട്ടിലേക്ക് ഇതാ എത്തി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഇത് ചെറിയ കുട്ടികളുടെ സ്കൂളാണ്. ഇത് നമ്മുടെ സാറ് സാനു എന്ന പേര്. സാനു സാർ സാറിന്റെ വൈഫാണ്. ഇത് ഈ സ്കൂൾ നടത്തുന്നത് സാറിന്റെ വൈഫ്. Happy Holi. Thank you. Same to you. My brother Bobby. Hello. Happy Holi. Happy Holi. Happy birthday. Ayyo. Dekha, I forgot. Happy birthday. നമ്മള് അടുത്ത ടീച്ചറിന്റെ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇവിടെ സ്വീറ്റ്സ് വീണ്ടും നമ്മുടെ ഹോളി സ്പെഷ്യൽ ഗുജിയ വന്നിട്ടുണ്ട്. ഗുജിയ വെള്ളം, പിന്നെ അവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ അവർ വെച്ചേക്കണം. ഇന്ന് ഈ ടീച്ചറുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഹോളിയാണ്, ഒപ്പം തന്നെ ബർത്ത്ഡേ ആണ് ടീച്ചറുടെ. ഇവിടെയും ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീക്ക് തൊട്ട് തരാണ് കേട്ടോ. Happy Holi. टीचर ऑलरेडी लगाया. हाँ, वहाँ से संगीता टीचर लगाया. Sangeeta teacher. Happy Holi. मेरा हो गया. Same to you. Happy Holi. Happy Holi. Happy Holi. എന്തോ കളർ. Happy Holi. Thank you. Happy Holi. Teacher എനിക്ക് കൊച്ചിനെ പറ്റിയില്ല. കൊച്ചിന് വലിയ കുട്ടി. ഹാപ്പി ഹോളി. Anjali. ഹാപ്പി ഹോളി. അഞ്ചു പറ്റി കൊടുക്കടി അവർക്ക്, അവർക്കെല്ലാവർക്കും. Happy Holi. Happy Holi. ആ ആ എലിയ. Yeah, happy Holi. Happy Holi. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഹോളിയൊക്കെ വിഷ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഒരുവിധം നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ എന്നറിയാം. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. എല്ലാവർക്കും ബൈ ബൈ.